നിരപരാധിയാണെന്ന് വിശ്വസിക്കാൻ ഇവരെ പോലെ കുറച്ചുപേരെ ഉണ്ടായിരുന്നുള്ളൂ എന്നും. അവരുടെ കൂട്ടത്തിൽ ഇപ്പൊ നീ ഒരാൾ കൂടി. സന്തോഷം. പക്ഷെ അതുകൊണ്ടായില്ല. ദാദാ സാഹിബിനെയും മകനെയും രാജ്യദ്രോഹികളെന്ന് വിളിച്ച ലോകം അത് തിരുത്തി പറയുന്ന ഒരു ദിവസം. അതാണ് എന്റെ ലക്ഷ്യം. അബുവിന്റെ ലക്ഷ്യം നിറവേറ്റണം. അതിന് തന്നെയാണ് ഈശ്വരൻ നിനക്ക് ജീവൻ തിരികെ തന്നത്. പക്ഷേ എന്റെ എതിരാളികൾ ചില്ലറക്കാരല്ല. 1000 അപരാധികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടാൻ പാടില്ല എന്നുള്ള നമ്മളെ നിയമത്തിനെ കാറ്റി പറത്തിയും കണ്ട് സത്യമായ എല്ലാ തെളിവുകളും നമ്മൾ നിർത്തിയിട്ടും അതിനെ എല്ലാം പിച്ചി ചീന്തി കളഞ്ഞിട്ട് അന്നെ തൂക്കിലേറ്റിയ ഓല് ഇപ്പൊ പണ്ടത്തെക്കാളും കരുത്തന്മാരാണ്. നാട്ടിന് ഒറ്റിക്കൊടുത്ത പൈസ കൊണ്ട് മുഹമ്മദ് കുട്ടി പുതിയ പാർട്ടി ഉണ്ടാക്കി ഓൻ അതിന്റെ നേതാവുമായി. സ്വാതന്ത്ര്യ സമരത്തിന്റെ പാരമ്പര്യമുള്ള മുസ്ലിം കുടുംബത്തിൽപ്പെട്ട ആളുകളെ പോലും ജാതിന്റെയും മതത്തിന്റെയും പേരിലോ വൈതെറ്റിക്കണം. ഇസ്ലാമിനെ നിരക്കാത്ത ഇക്കണ്ട പണികൾ മുഴുവനും ചെയ്തിട്ടും ഓന്നാൾ ആഭ്യന്തരമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യണ്. നിസ്വാർത്ഥ ഭക്തനായി ചമഞ്ഞ് ശങ്കരമഠത്തിൽ കടന്നുകൂടിയ മറ്റൊരു കള്ളനാണ് ആത്മസ്വരൂപൻ. ഹിന്ദു സംസ്കാരത്തെ സംരക്ഷിക്കേണ്ട അയാൾ ഹിന്ദുസ്ഥാനെ ഒറ്റുകൊടുത്ത് കോടീശ്വരനായിരിക്കുന്നു. അറിയാം ഡോക്ടർ, എല്ലാം അറിയാം. ആത്മസ്വരൂപനേക്കാൾ അപകടകാരിയാണ് ഐ.ജി. സ്കറിയ സക്കറിയ. മുഹമ്മദ് കുട്ടീനെ ഐജിനെയും സാമീനെയും മാത്രം ശിക്ഷിച്ചുകൊണ്ട് എന്റെ കടമ തീരൂല മോനെ. ദാദാ സാഹിബിന്റെ മോന് ഈ നാട്ടിനോടൊരു കടമുണ്ട്. അത് നിറവേറ്റണമെങ്കിൽ ഓലേക്ക് മോളിൽ ഒരുത്തനുണ്ട്, സപ്പർ. ഓനെ ഈ പിടിക്കണം. സപ്പർ ഇന്ത്യയെ ഒറ്റക്കൊടുക്കുന്ന പ്രധാന ഏജന്റ്. ഇനി ഒരിക്കൽ മരണം വരെ തൂക്കിലേറേണ്ടി വന്നാലും സപ്പറിന്റെ അന്ത്യം ഞാൻ കുറിച്ചിരിക്കും.